മാഡം, ഇപ്പോൾ ട്രാഫിക് വളരെ കൂടുതലാണ്. എനിക്ക് അവിടെ എത്താൻ 10 മിനിറ്റ് എടുക്കും. ശരി ചേട്ടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കോളൂ. ഛേ, ഈ കസ്റ്റമറിന്റെ ഒരു കാര്യം. ഇവിടെ ഇത്രയും ട്രാഫിക് ആണ്, അതിന്റെ കൂടെ ഇവർ ഫോണും എടുക്കുന്നില്ല. ഇതാ ഇപ്പോൾ നന്നായേ, ഫോണും കിട്ടുന്നില്ല. ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്താൽ എന്റെ ഇന്നത്തെ ട്രിപ്പിന്റെ എണ്ണം കുറയും, നഷ്ടവുമാകും. ഞാൻ ട്രിപ്പ് അങ്ങ് തുടങ്ങിയേക്കാം, അതാ നല്ലത്. ചേട്ടാ, ഇതുവരെ എത്തിയില്ലേ? മാഡം, നിങ്ങളുടെ ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ വേറെ ക്യാബ് ബുക്ക് ചെയ്തോളൂ. ഇതാ താങ്കളുടെ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതാ താങ്കളുടെ ശമ്പളം പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ഊബർ പാർട്ട്ണർ, കസ്റ്റമർ കാറിൽ കയറാതെ തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഏതൊരു ട്രിപ്പിനെയും ഫ്രോഡായി കണക്കാക്കും. ഇതിനെ പറ്റിയുള്ള പരാതികൾ ആപ്പിലൂടെ ഊബറിൽ എത്തിക്കപ്പെടും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ റേറ്റിംഗ് കുറയും എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമ്പാദ്യത്തിലും മാറ്റം വരും. പോരാതെ നിങ്ങളുടെ അക്കൗണ്ട് റദ്ദ് ചെയ്യാൻ വരെ സാധ്യതകളുണ്ട്. കസ്റ്റമർ വണ്ടിയിൽ കയറിയതിനും നിങ്ങൾ പോകാൻ പൂർണ്ണമായും തയ്യാർ ആയതിനും ശേഷവും മാത്രം ട്രിപ്പ് ആരംഭിക്കുക. ശ്രദ്ധിക്കുക, കസ്റ്റമറിന് ഊബറിന്മേലുള്ള വിശ്വാസം കൊണ്ടാണ് പേടിഎം വാലറ്റിൽ പൈസ നിക്ഷേപിക്കുന്നത്. നിങ്ങൾ കസ്റ്റമർ ഇല്ലാതെ ട്രിപ്പ് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പേടിഎം വാലറ്റിൽ നിന്നും പണം ഈടാക്കുന്നതാണ്. അങ്ങനെ ചെയ്താൽ കസ്റ്റമറിന് ഊബറിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർ പിന്നെ ഒരിക്കലും ഊബറിൽ വരില്ല. ശ്രദ്ധിക്കുക, കസ്റ്റമറിനെ കിട്ടാതാവുമ്പോൾ നിങ്ങൾ ട്രിപ്പ് തുടങ്ങുകയല്ല, മറിച്ച് അത് ക്യാൻസൽ ചെയ്യുകയാണ് വേണ്ടത്. കൂടാതെ ക്യാൻസൽ ചെയ്യാനുണ്ടായ കാരണം ആപ്പിലൂടെ ഊബറിനെ അറിയിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കസ്റ്റമർ ഇല്ലാതെ ട്രിപ്പുകൾ തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. ശരിയായ രീതിയിൽ ട്രിപ്പുകൾ പൂർത്തിയാക്കുക. കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുക.